കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മളുടെ ചാനലിൽ ഒരു സർവേ നടത്തിയിരുന്നു. സർവേയിൽ ബഡ്ജറ്റഡ് വീടുകൾ അല്ലെ ഏത് വീടുകളാണ് നിങ്ങൾക്ക് ഏത് പ്രൈസ് റേഞ്ചിനോ ഉള്ള വീടുകളാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്നത് 50 ലക്ഷത്തിൽ താഴെ എന്നുള്ളതാണ്. അപ്പോൾ 50 ലക്ഷത്തിൽ താഴെയുള്ള വീടുകൾ അന്വേഷിച്ചുള്ള യാത്രയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. അങ്ങനെ അന്വേഷണം എത്തി നിന്നത് ലാസ്റ്റ് കാഞ്ഞിരമറ്റം എന്ന് പറഞ്ഞ എറണാകുളം ജില്ലയുടെ ഇങ്ങേ അറ്റത്താണ്. അതായത് കോട്ടയം ജില്ല ബോർഡർ, എറണാകുളം കോട്ടയം ജില്ലയുടെ ബോർഡറിൽ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് ഇവിടെ നിന്നും എറണാകുളം കോട്ടയം ഹൈവേ റോഡിലേക്ക്, മെയിൻ റോഡിലേക്ക് 900 മീറ്റേഴ്സ്, വെറും 900 മീറ്റർ മാത്രം, ഏകദേശം 1 കിലോമീറ്റർ താഴെ മാത്രം ഡിസ്റ്റൻസിൽ, മെയിൻ റോഡിൽ നിന്ന് ഡിസ്റ്റൻസിലുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും 50 ലക്ഷത്തിൽ താഴെയുള്ള, അതായത് അങ്ങനെയുള്ള വീടുകൾ നോക്കുന്നത് തികച്ചും സാധാരണക്കാർക്ക് പറ്റുന്ന, അതായത് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു മനസ്സുറച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്തുവാനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സ്റ്റാർട്ടിലെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെയും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാണുന്ന വീടാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ളത്. 6.5 സെൻറ്റിൽ 1250 സ്ക്വയർ ഫീറ്റിൽ ബിൽഡ് ചെയ്തേക്കുന്ന 3 ബെഡ്റൂമുള്ള ഒരു ക്യൂട്ട് വീടാണ്. അപ്പോൾ നമുക്ക് ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന GI സ്ക്വയർ ട്യൂബ് കൊണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗേറ്റാണ്. അതിൽ ഡെക്കോഡ് വെച്ച് കുറച്ച് ഡിസൈൻ വർക്കും മറ്റും ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഗേറ്റ് തുറന്ന് നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറാം. ഈ 6.5 സെൻറ്റ് സ്ഥലത്ത് നമ്മൾ എറണാകുളത്ത് മറ്റു പല സ്ഥലങ്ങളിലും വീട് കാണുമ്പോൾ 3 സെൻറ്റിലൊക്കെ പടുകൂറ്റം വീടുകളൊക്കെ പണിഞ്ഞിട്ടേക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത വീടുമായിട്ടൊക്കെ അത്രയ്ക്കും ഗ്യാപ്പൊന്നും ഉണ്ടാവത്തില്ല. നമ്മളൊരു മതിലിന് തൊട്ടപ്പുറത്തൊക്കെ പെട്ടെന്ന് നമ്മൾ അവിടേക്ക് എത്തും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 6.5 സെൻറ്റ് സ്ഥലത്തിനകത്താണ് ഇത്രയും വലിയൊരു വീട് നിൽക്കുന്നത്. ഇത്രയും വലിയൊരു സ്ഥലത്തിനകത്ത് ഇത്രയും ഒരു വീട് നിൽക്കുന്നത് 1250 സ്ക്വയർ ഫീറ്റുള്ള. സോ നമുക്ക് പറയാം വീടിന് ചുറ്റും ഒരുപാട് സ്ഥലം ഉണ്ട് എന്നുള്ള കാര്യം. അത് നമുക്കിത് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. വേണം ഇവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ നോക്കി കഴിഞ്ഞാൽ 2-3 കാറൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാം. പക്ഷേ അത്രയ്ക്ക് വലിയൊരു കാർ പോർച്ചല്ല കൊടുത്തേക്കുന്നത്. നമുക്ക് ആ കാർ പോർച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഷീറ്റൊക്കെ ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്ത് അത്യാവശ്യം സ്വിഫ്റ്റ് പോലെയുള്ള ഒരു ഹാച്ച് ബാക്കുകൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അതല്ല കേട്ടോ, അതിലും വലിയ വണ്ടികൾ ഇവിടെ ഇടാം. കാരണം അതിന് വേണമെങ്കിൽ അഡീഷണൽ ഷെഡോ മറ്റോ ഉപയോഗിച്ച് വേണമെങ്കിൽ ഇന്നോവ വേണമെങ്കിൽ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. അതിനുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. കാരണം 6.5 സെൻറ്റിനകത്താണ് 1250 സ്ക്വയർ ഫീറ്റുള്ള വീട് നിൽക്കുന്നത്. ഈ ഇവിടെ വെള്ളത്തിൻ്റെ ജലസ്രോതസ് മെയിനായിട്ട് വരുന്നത് കിണറാണ്. കിണർ വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണ്. ഞാനിവിടെ വന്നപ്പോൾ ആദ്യം കണ്ടത്, എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്തത് ഈ ഒരു കിണറും ആ കിണറ്റിലെ വെള്ളവുമാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് കാണാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന് ചുറ്റും നല്ല സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ ഞാൻ എല്ലാ വീഡിയോകളിലും കൂടുതലും പറയാറുണ്ട്, നമ്മളുടെ മുറ്റമൊക്കെ ഫുള്ള് ടൈലുകളൊക്കെ ഇട്ട് എല്ലാവരും വെക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് ഭൂമിദേവി എടുക്കരുത്, അല്ലെങ്കിൽ ഭൂമി എടുക്കരുത് എന്ന് നമ്മൾ എന്തോ വിചാരിക്കുന്ന പോലെയാണ് ആൾക്കാർക്കാരും വിചാരിക്കുന്നത് അതിനകത്ത് വെള്ളം പോകണ്ട എന്നാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാം മെറ്റലൊക്കെ ഇട്ട് നല്ല രീതിയിൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മഴവെള്ളം വീണ ഇവിടെ തന്നെ ഈ ഭൂമിയിലേക്ക് ഊറി ഇറങ്ങിക്കോളും. ഇനി സെപ്റ്റിക് ടാങ്ക് വരുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ്. അതായത് ഏകദേശം ഇപ്പുറത്തായിട്ടാണ് സെപ്റ്റിക് ടാങ്കും മറ്റും സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ മതിലിനും ആ ഒരു ഡിസൈൻ, അതായത് ഈ ഒരു വീടിൻ്റെ ഒരു ഡിസൈനോട് ചേർന്ന് തന്നെ ഈ ഒരു മതിലിനും ഒരു ഡിസൈൻ ചെയ്ത് പെയിൻ്റൊക്കെ ചെയ്ത് മനോഹരമാക്കി വെച്ചിരിക്കുന്നു. ഒരു ഫുൾ വൈറ്റ് കളറിലാണ് ഈ വീടിൻ്റെ ഫുൾ ഒരു പെയിൻറ്റ് തീം വരുന്നത്. ഇനി ഇതാ ഇവിടെയായിട്ടാണ് ആ സെപ്റ്റിക് ടാങ്ക് വരുന്നത്. 6.5 സെൻറ്റ് ആയതുകൊണ്ട് തന്നെ നടക്കാൻ ഇച്ചിരി ദൂരമുണ്ട്. കൂടുതൽ നടന്ന് വേണം സ്ഥലവും മറ്റും മുഴുവനായിട്ട് കാണിക്കാൻ. ഇനി ഈ വീടിൻ്റെ ഒരു ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഒരു ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിരിക്കുന്നു. ഒരു തടിയുടെ ടെക്സ്ചർ വർക്കും അതിനകത്ത് സ്പോട്ട് LED ലൈറ്റ്സും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ഇവിടെ ഈ ഒരു സൈഡിലോട്ട് മാറുമ്പോഴത്തേക്ക് ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു ചെറിയ മഞ്ഞ കളറും ഉണ്ട്. അവിടെ ഒരു ഡിസൈനും ചെറിയൊരു പർഗോളയൊക്കെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് കുറച്ച് LED സ്പോട്ട്സ് ലൈറ്റുകൾ ആ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ടും കാർ പോർച്ചും നമുക്ക് ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാർ പോർച്ചും സിറ്റ് ഔട്ടും തമ്മിൽ വലിയൊരു ഹൈറ്റ് ഡിഫറൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഒരു ചെറിയ വ്യത്യാസം മാത്രം, ഒരു പടിയുടെ ഡിഫറൻസ് മാത്രമേ ഹൈറ്റ് ഡിഫറൻസ് ഉള്ളൂ. ഇവിടെ ടൈലുകളാണ് ഉപയോഗിച്ചേക്കുന്നത്. ഈ ഒരു ഇവിടെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പരിക്കൻ സ്വഭാവമുള്ള ടൈലുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തൂണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തൂണുകൾ നമ്മുടെ
ക്ലാഡിങ് സ്റ്റോൺസ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ടൈലുകളാണ് ഈ ഒരു തൂണിന് കൊടുത്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ട ക്ലാഡിങ് സ്റ്റോൺസ് ആണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ക്ലാഡിങ് സ്റ്റോൺ അല്ല, അത് ടൈലുകളാണ്. അപ്പോൾ അതാണ് തൂണുകൾ രണ്ടും ആ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ഥല സൗകര്യമുള്ള സിറ്റ് ഔട്ടാണ്. ഒരുപാട് ഉയരത്തിലല്ലാത്തത് കൊണ്ട് തന്നെ നല്ല താഴ്ന്നൊരു പ്രൊഫൈൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കസേരയൊക്കെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. തീർച്ചയായിട്ടും അത്യാവശ്യം 2-3 കസേരയൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഇത് ഗ്രാനൈറ്റ് ആണ് ഈ ഒരു സിറ്റ് ഔട്ടിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ തടിയുടെ വർക്കുകൾ, നമുക്ക് മെയിൻ വാതിൽ ആദ്യം നോക്കാം. വാതിൽ ഫുള്ള് തേക്കിലാണ് മെയിൻ ഡോറ് തീർത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ആഞ്ഞിലി മറ്റ് മരങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഈ ഒരു മെയിൻ ഡോറ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഡിസൈനോ അല്ല മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനിലാണ് പോയിരിക്കുന്നത്. ആ ഡിസൈനും നല്ല മനോഹരമായ ഒരു ഡിസൈനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അവിടെ നിന്ന് നേരെ കയറി വരുന്നത് ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എന്താ പറയുക, വളരെ അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള, എന്താ പറയുക, ഒരു കുഞ്ഞു ഫാമിലിക്ക് തീർച്ചയായിട്ടും ഉതകുന്ന തരത്തിലുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആ കയറി വരുമ്പം തന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. അതിനകത്ത് ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ഇവിടെ TV വെക്കാനുള്ള യൂണിറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് TV ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമ്മൾ ആ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ഫ്രഞ്ച് വിൻഡോ 2 അതിവിടെ വരുന്നുണ്ട്. ഇവിടെ സീലിംഗ് ആയിട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഇൻബിൽറ്റ് ഒരു 4 LED ലൈറ്റ്സ് അവിടെ വെച്ചിട്ടുണ്ട്. അത് സീലിംഗ് വർക്കല്ല, അത് അതിന് ഈ ഒരു ചെയ്യുന്ന സമയത്ത് തന്നെ ഇട്ടിട്ട് അത് ചെയ്തേക്കുന്നതാണ്. ഇനി അവിടുന്ന് നമ്മുടെ ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് ഒരു ചെറിയൊരു പടി കയറിയിട്ട്, ആ ഒരു പടി അത് ഗ്രാനൈറ്റ് വെച്ച് ചെയ്തിരിക്കുന്നു. അത് കയറിയിട്ട് നേരെ വരുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന ഈ ഒരു സെപ്പറേഷൻ ഏരിയയിൽ ആ ഗസ്റ്റ് ലിവിങ് ഏരിയയും അല്ല ഡൈനിങ് ഏരിയയും തമ്മിലുള്ള, ഗസ്റ്റ് ലിവിങ് ഏരിയ എന്നും ഫാമിലി ലിവിങ് ഏരിയ എന്നും നമുക്ക് ഒരുമിച്ച് അതിനെ പറയാം. ആ ഒരു ഏരിയയിൽ ഇതേ കൂടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നു. അതിനകത്തെല്ലാം LED ലൈറ്റ്സ് നൽകിയിരിക്കുന്നു. മറ്റുള്ളിടത്തൊക്കെ നമ്മൾ ഒക്കെ കാണുന്നത് എന്താ പറയുക, മൾട്ടിവുഡൊക്കെ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ മൾട്ടിവുഡൊന്നുമല്ല, നല്ല രീതിയിൽ കട്ട കെട്ടി തന്നെയാണ് അതിനെ വേർതിരിച്ചേക്കുന്നത്. ഇനി ഇവിടുത്തെ ടൈലുകൾ വെർട്ടിഫൈഡ് ടൈലുകളാണ് എല്ലായിടത്തും ഉപയോഗിച്ചേക്കുന്നത്. ഒരു വെറൈറ്റി ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നു, അത് നല്ല ഡിസൈനാണ്. അപ്പോൾ തന്നെ ഇവിടെ ഒരു 3 പാളികളുടെ ഒരു ജനാല വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രകാശവും വായുവും ഒക്കെ ഈ വീടിനുള്ളിലേക്ക് തീർച്ചയായിട്ടും കടന്നു വരും. ഇനി ഇതാ ഇവിടെയായിട്ടാണ് നമ്മൾ ടെറസിലേക്ക്, ഇത് ഒറ്റ നിലയാണ് വീട്, 2 നിലയല്ല. ടെറസിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർ കേസാണ്. വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 2 നിലയാക്കാം, വേണമെങ്കിൽ മുകളിൽ വേറെ റൂം ഇറക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഇവിടെയുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെയറിന് സൈഡിലായിട്ട് തന്നെയാണ് ഇവിടെ ഒരു വാഷ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. നല്ലൊരു വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നു. അപ്പം അതിൻ്റെ ഈ ഒരു ഇത് സ്ലാബാണ് തീർത്തേക്കുന്നത്. അവിടെ ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്നു. താഴത്ത് നമ്മളുടെ അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തിട്ട് ഒരു ഡോറൊക്കെ കൊടുത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി അവിടെ മാറ്റിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ ഒരു വലിയൊരു മിററും അതിന് മുകളിലൊരു LED ലൈറ്റൊക്കെ കൊടുത്തത് നല്ല രസമായിട്ട് തോന്നും. ഇവിടെ ഒരു ടവൽസൊക്കെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് സ്റ്റെയർ കേസിന് അടിയിലായിട്ട് നമുക്ക് ഇൻവെർട്ടർ വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങൾ ചെരുപ്പിട്ടിട്ടാണ് കൂടുതലും വീടുകളിലൊക്കെ കയറുന്നത്. മറ്റൊന്നുമല്ല, ഇതേപോലെ ആണികളും മറ്റുമൊക്കെ ഇഷ്ടംപോലെ ഇവിടെ കിടക്കും. ഏറ്റവും കൂടുതൽ വീഡിയോയിൽ ആൾക്കാർ നിങ്ങൾ എന്താണ് ചെരുപ്പിട്ടുകൊണ്ട് കയറുന്നത്, നിങ്ങൾ ചെരുപ്പിടാതെ കയറിക്കൂടെ എന്നുള്ള കാര്യം. മറ്റൊന്നുമല്ല, ഈ വീടുകളുടെയൊക്കെ പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും ഇത് നമുക്ക് ആണികളും മറ്റുമൊക്കെ കിടക്കാൻ സാധ്യതയുണ്ട്. അത് കിടന്നു കഴിഞ്ഞാൽ അവർ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല ആ ഒരു ടൈമിൽ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ 1-2 അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ആരും പൊങ്കാല ഇടാൻ വരരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി ഈ വീട്ടിലവരുടെ നമുക്ക് ആദ്യം കിച്ചണിലേക്ക് പോകാം. ഇവിടെ 3 ബെഡ്റൂമാണ് ഉള്ളത്. അതിൽ ഒരെണ്ണം ബാത്ത് അറ്റാച്ച്ഡ് ആണ്, 2 ബാത്ത് അറ്റാച്ച്ഡ് അല്ല, ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് കിച്ചണിലേക്ക് പോകാം. കിച്ചണിലേക്ക് പോകാനായിട്ട് കിച്ചൻ്റെ ഡോർ ഇവിടെയായിട്ടാണ്. ഇതും തേക്കിലാണ് ഈ ഒരു ഡോറും എല്ലാം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഗ്ലാസിൻ്റെ 2 ഡിസൈൻസ് വരുന്നുണ്ട്. നല്ല രസമാണ്. ഇവിടേക്ക് വരുമ്പോൾ, അടുക്കളയിലേക്ക് വരുമ്പോൾ ടൈലുകളുടെ ആ ഒരു നിറവും ഒപ്പം തന്നെ സ്വഭാവവും എല്ലാം മാറിയിരിക്കുന്നു. വലിയ ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. പരുക്കൻ സ്വഭാവമുള്ള ടൈലുകളാണ് ഇവിടെ ഒരു തറയിൽ കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഒപ്പം തന്നെ ഒരു കല്ലിൻ്റെയൊക്കെ ഒരു ഫീൽ കിട്ടുന്ന ഒരു ഡിസൈനാണ് ആ ഒരു ടൈലുകൾക്ക്. ഈ ഒരു ബെഞ്ച് ടോപ്പ് നോക്കുകയാണെങ്കിൽ ഒരു L ഷേപ്പിലുള്ള ഒരു ബെഞ്ച് ടോപ്പ് നമുക്ക് ഈ അടുക്കളയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ എന്താ പറയുക, ഡോറുകൾ, സ്റ്റോറേജ് സ്പേസ് ഡോറുകൾ ഫുൾ അലൂമിനിയം ഫാബ്രിക്കേഷനാണ്. നല്ല രീതിയിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം തന്നെ ഗ്ലാസും ചെയ്തിരിക്കുന്നു. നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നല്ല രസമുണ്ട്. എല്ലാം ഒരുപാട് നമുക്ക് ആവശ്യത്തിന് സ്ഥല സൗകര്യം കിട്ടുന്നുണ്ട്. ഈ ഒരു ഇതൊക്കെ ഗ്ലാസ്സാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ അതിന് മേളിൽ ഷെയ്ഡും മറ്റു കാര്യങ്ങളും വരുന്നുണ്ട്. ഒപ്പം ആ ഒരു ഷെയ്ഡിലെല്ലാം നമുക്ക് സാധനങ്ങളെല്ലാം കീപ്പ് ചെയ്യാം. ഇനി ഇവിടെ താഴത്താണെങ്കിൽ ബെഞ്ച് ടോപ്പിന് താഴത്താണെങ്കിൽ ഇവിടെയും സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നു. ഇവിടെയൊക്കെ ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ്. ഇതെല്ലാം ഈ അലൂമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ഗ്യാസ് വെക്കാൻ, ഇവിടെ ഗ്യാസ് കുറ്റി നമുക്ക് ഇവിടെയായിട്ട് വെക്കാം. ഇവിടെ അടുപ്പ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ 2 ഭിത്തികളിലും ജനാല വരുന്നുണ്ട്. ഇവിടെയായിട്ട് വാട്ടർ പ്യൂരിഫയർ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുള്ള അതിൻ്റെ പോയിന്റ് ഇട്ടിട്ടുണ്ട്. വാട്ടർ പ്യൂരിഫയർ നിങ്ങൾക്ക് അവിടെ വെക്കാം. ഈ ഒരു സൈഡിലായിട്ടാണ് ഫ്രിഡ്ജ് വെക്കാനുള്ള പൊസിഷൻ. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാം. ഇവിടെ നമുക്ക് മിക്സിയോ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഒരു സ്വിച്ച് പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയുടെ തന്നെ രണ്ടാമത്തെ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഒരു പോർഷനിലേക്ക് വരാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പണികൾ കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന രീതിയിൽ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഒരു സ്പേസ് ഉണ്ട്, ഇത് നമുക്ക് ഇവിടെ യൂട്ടിലൈസ് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ അടുക്കളയിൽ നമ്മൾ നേരത്തെ ഇറങ്ങി നമ്മൾ കണ്ടിരുന്നു, കിണർ കണ്ടിരുന്നു. അത് ഇതാ ഇവിടെയായിട്ടാണ് ഒരു കിണറും മറ്റും ഉള്ളത്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്കും മറ്റും പോകാം. മൊത്തം 3 ബെഡ്റൂമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിനൊരു കോമൺ ബാത്റൂം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കോമൺ ബാത്റൂം കണ്ടിട്ട് ബെഡ്റൂമിലേക്ക് കയറാം. ഈ ഒരു പാസേജിൽ തന്നെ, അതായത് ഈ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് കയറി അങ്ങോട്ട് പോകുന്ന ഡൈനിങ് ഏരിയ, ആ ഒരു ഡൈനിങ് ഏരിയയിലോട്ട് അതിലേക്ക് പോകുന്നു. അവിടെ നേരെ ഓപ്പോസിറ്റ്, ആ ഒരു നേരെ ഓപ്പോസിറ്റ് വരുന്നത് അടുക്കളയിലേക്കും നേരെ ഇതിനകത്തേക്കുമാണ്, ബാത്റൂമിലേക്കുമാണ് വരുന്നത്. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഇങ്ങേറ്റമായിട്ടൊരു ക്ലോസറ്റ് ഏരിയ ഒരുക്കിയിരിക്കുന്നു. നടുക്കായിട്ട് ബാത്ത് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു റെയിൻ ഷവറും മറ്റും നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. അപ്പോൾ അതിന് മുകളിലൊരു മിററും ഒരു LED ലൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാനൊക്കെ ഫിറ്റഡ് ആണ്, ഓൾറെഡി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴത്തൊരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കോമൺ ബാത്റൂം. ഇവിടുത്തെ ഡോറ് നോക്കിക്കേ, നോർമൽ ഫൈബർ ഡോറുകളല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫൈബർ ഡോറുകളാണ്. അതിൻ്റെ ഒരു ഡിസൈനും നല്ല രസമുണ്ട്. സാധാരണ പൂവും കായൊന്നും അല്ല കൊടുത്തേക്കുന്നത്, ഒരു എന്താ പറയുക നല്ല രസമുള്ള ഒരു ഡിസൈനാണ്. ഇനി ഇവിടെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. 10x10 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത്. അത്യാവശ്യം 10x10 സൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം നിങ്ങൾ ഊഹിക്കാം എന്ന് വിശ്വസിക്കുന്നു. 3 ബെഡ്റൂം, 3 പാളികളുള്ള 2 ജനാലകൾ 2 ഭിത്തികളുമായി നൽകിയിരിക്കുന്നു. ആവശ്യത്തിന് സ്ഥല സൗകര്യം ഈ ബെഡ്റൂമിൽ കിട്ടും. ഇനി നമുക്ക് പോകാനുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. അത് ഈ ഒരു പാസേജ് കയറി ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ഇതും 10x10 സൈസിലായിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെയും 2 ഭിത്തികളിലും 3 പാളികളുടെ വീതം ജനാലകൾ വരുന്നുണ്ട്. ഇതും അത്യാവശ്യം സ്ഥല സൗകര്യം പ്രദാനം ചെയ്യുന്ന ഒരു ബെഡ്റൂം തന്നെയാണ്. ഇനി നമുക്ക് അവസാനത്തതും ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ബെഡ്റൂമാണ്. അത് ഇവിടെയായിട്ടാണ്. ഇത് 12x10 സൈസിലാണ് ഉള്ളതിൽ ഏറ്റവും വലിയ ബെഡ്റൂമാണ് ഇതുള്ളത്. ഇവിടെയും 3 പാളികളുടെ ഒരു ജനാല വരുന്നുണ്ട്. ഈ ഒരു സൈഡിൽ 3 പാളികളുടെ ഒരു ജനാല വരുന്നുണ്ട്. അപ്പോൾ മൊത്തം നല്ല രീതിയിൽ വെളിച്ചം ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെയായിട്ടാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബാത്റൂം ഞാൻ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം ആയതുകൊണ്ട് തന്നെ നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. ഈ ഒരറ്റത്തായിട്ട് ക്ലോസറ്റ് ഏരിയയും സെൻട്രലായിട്ട് വാഷ് ഏരിയയും യൂസ് ചെയ്ത് ഇവിടെ ഇതൊക്കെ ജാഗ്വറിന് ആണ് ഈ ഒരു ഫിറ്റിംഗ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഹീറ്ററിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ ഓൾറെഡി നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് വിൻഡോയും നൽകിയിരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളർ തീമാണ്, ഒരു ഡാർക്ക് കളർ തീമാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ടെറസാണ്. ടെറസിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഈ വീട് മുകളിലത്തെ നിലയിലൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇതിന് ഈ ഒരു രീതിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ പടികൾ നോക്കുകയാണെങ്കിൽ ടൈലുകളാണ് പടികളെല്ലാം യൂസ് ചെയ്തേക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കൈവരികൾ നൽകിയിരിക്കുന്നു. അതിൻ്റെ തൂണുകളെല്ലാം റെഡിമെയ്ഡ് തടിയും സ്റ്റെയിൻലെസ് സ്റ്റീലും കൊണ്ടുള്ള തൂണുകളെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി ഈ ഒരു സ്റ്റെയർ കേസ് ഒക്കെ നമുക്ക് എന്താ പറയുക, മുകളിലേക്ക് വന്ന് ഒരു റൂം അഡീഷണൽ എക്സ്റ്റെൻഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു എന്താ പറയുക ഫീൽ കിട്ടുന്ന രീതിയിലല്ല, നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതെല്ലാം പണിഞ്ഞിരിക്കുന്നത്. ഈ കയറി വരുന്ന ഭാഗത്തായിട്ട് ഒരു 2 പാളികളുടെ ജനാലയുണ്ട്. ഇനി അവിടുന്ന് കയറി വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ടെറസിലേക്ക് കയറുകയാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇവിടെയായിട്ട് കുറേ പ്രോജക്ട്സും മറ്റു കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഇനി
ധാരാളം വീടുകളും മറ്റുമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, അവിടെയൊക്കെ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെല്ലാം വീടുകളും മറ്റുമുണ്ട്. ഇതാണ് ടോട്ടലായിട്ടുള്ള ഏരിയ. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ അത് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ മുഴുവനായും ഈ വീട് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞു. 1250 സ്ക്വയർ ഫീറ്റുള്ള 6.5 സെൻറ്റിലുള്ള ഒരു വീടാണ്. തീർച്ചയായിട്ടും ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഉതകുന്ന രീതിയിലുള്ള ഒരു വീടാണ്. ഈ വീടിൻ്റെ വിലയാണ് അടുത്ത മെയിനായിട്ടുള്ള ഘടകം. ഈ വീടിന് ഇവർ ചോദിക്കുന്ന വില 38 ലക്ഷം രൂപയാണ്. 38 lakhs. ഈ വില നെഗോഷ്യബിൾ ആണ് എന്നുള്ള കാര്യം ഞാൻ എടുത്ത് പറയട്ടെ. നിങ്ങൾ നമ്മുടെ സ്റ്റാർ ഡീലിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വരുന്നതാണ് എന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്തൊരു ഡിസ്കൗണ്ട് കിട്ടും. ഒപ്പം തന്നെ പ്രൈസ് നെഗോഷ്യബിളുമാണ്, നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ എടുക്കുക, നിങ്ങൾ ആളെ ഡയറക്റ്റ് വിളിക്കുക. അപ്പോൾ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് തരും എവിടേക്കാണ് എത്തേണ്ടതെന്നുള്ളതൊക്കെ. ഇതിന് ചുറ്റുമായിട്ട് സ്കൂളുകൾ, കോളേജുകൾ, അങ്ങനെയുള്ള മറ്റ് ആരാധനാലയങ്ങളെല്ലാം ഇവിടെ വളരെ അടുത്തായിട്ട് 1-2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാമാൻകോറ്റായിട്ടുള്ള ഏരിയ ആണ്. അത്യാവശ്യം ഗ്രാമഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉതകുന്ന ഒരു സ്ഥലം തന്നെയായിരിക്കും ഇത് എന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ഇനി ഫേസ്ബുക്കിലാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളുടെ പേജ് ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ല, ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതും മടിക്കണ്ട, ഇപ്പം തന്നെ അതും ചെയ്തേക്കുക. ഇനി നമ്മൾക്ക് എന്നും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളുടെ വ്യൂസ് കിട്ടുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് പേര് കാണുന്നതായിട്ട് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ ഇനിയും കാണണം, പക്ഷേ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്കും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്നുമല്ല, നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ ഞങ്ങളുടെ ടീമിനും ഒക്കെ ആ ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. കൂടുതൽ ലൈക്കുകൾ കിട്ടുന്നു, കൂടുതൽ ഷെയറുകൾ കിട്ടുന്നു, വ്യൂസിനൊപ്പം അതുകൂടെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് ആ ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ്സ്, ഒരുപാട് പേരെ കമൻറ്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ സമയം കുറച്ച് കുറവാണ്, കാരണം പുതിയ വീഡിയോകൾ കണ്ടുപിടിക്കേണ്ടതൊക്കെ ആയിട്ടുള്ള സമയങ്ങൾ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് സമയം ആവശ്യമാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാ കമൻസിനും റിപ്ലൈ തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ മാക്സിമം കമൻറ്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്. അത് ഞാൻ എന്താ പറയുക, നിങ്ങൾ പറയുന്ന ചേഞ്ചസ് നമ്മൾ മുഖവിലയ്ക്ക് എടുക്കുന്നതാണ്, അതിനുള്ള വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തുന്നതാണ്. ഇനി പറയേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങളുടെ ഏരിയയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റഡിയിലോ ഒരു വീട് വിൽക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേ കണക്കൊരു പ്രോപ്പർട്ടി സെല്ല് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണിയിട്ടേക്കുകയാണ്, ഇത് വിറ്റാൽ മതി എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് പരിചയപ്പെടുത്തണം അല്ലെങ്കിൽ റിവ്യൂ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ സ്റ്റാർ ഡീലിൻ്റെ മെയിൽ ഐ ഡി, ഈ കാണുന്ന മെയിൽ ഐ ഡി ഉണ്ട്. ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ പേരും ഫോൺ നമ്പരും ലൊക്കേഷനും കൂടെ മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ വന്ന് വീട് ഷൂട്ട് ചെയ്ത് നമ്മളുടെ ചാനൽ വഴി അത് പുറത്തെത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ ഇത് ഡിസ്ക്രിപ്ഷനിലും ഈ മെയിൽ ഐ ഡി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന, അല്ല ഇത്രയും നേരം എന്നെ സഹിച്ചുകൊണ്ടിരുന്ന എല്ലാ നല്ലവരായ ആൾക്കാർക്കും നന്ദി, നമസ്കാരം.